ഹലോ നമസ്കാരം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പം ഇത് കുറച്ച് ദിവസങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ദിവസം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് വർക്കൗട്ട് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഇതിന് നിങ്ങൾക്ക് 2 ഡമ്പൽ ആവശ്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ കുറയുക, അതേപോലെ തന്നെ നമുക്ക് മസിൽ ലോസ് ഉണ്ടാവുക. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും. മസിൽ ലോസ് ഒക്കെ സംഭവിക്കുന്നതോടുകൂടി തന്നെ നമുക്ക് പല പ്രോബ്ലംസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ ജോയിൻസിന് പ്രശ്നം ഉണ്ടാവും. അപ്പം ഇതിനെല്ലാം മറികടക്കാനായിട്ട്, കാരണം ഒരു ഫിറ്റ്നസ് ആഗ്രഹിക്കത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. പ്രത്യേകിച്ച് ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു ചിന്തയായിരിക്കും വീട്ടിൽ വ്യായാമം ചെയ്തൊരു ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കണമെന്നൊക്കെ ഉള്ളത്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സഹായിക്കും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു 2 ഡമ്പൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് മേടിക്കുക. നമുക്ക് ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നതിന് 2 ഡമ്പൽ ആവശ്യമുണ്ട്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു ഫിസിക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ മസിൽസിനൊക്കെ സ്ട്രെങ്ത് കൂട്ടാനും, അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റാമിനയൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ എക്സസൈസുകൾ നിങ്ങളെ സഹായിക്കും. അപ്പം നമുക്ക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം വ്യായാമം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിന് വേണ്ടി ചെയ്യുന്ന എക്സസൈസ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ വ്യായാമം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് വാമപ്പ് ചെയ്യണം. അപ്പം വാമപ്പിന്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിലൊക്കെ നോക്കി, അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വാമപ്പ് ചെയ്യാം. അപ്പം വാമപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വ്യായാമം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പല ആൾക്കാർക്കും വീട്ടിൽ ബെഞ്ച് ഒന്നും ചെയ്യാനായിട്ട് കാണില്ല. ഓക്കെ, നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ബെഞ്ചുകളൊന്നും കാണില്ല. അപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഫ്ലോറിലാണ് ഈ എക്സസൈസുകൾ ചെയ്യുന്നത്. ഓക്കെ, ഫ്ലോറിൽ ഒരു പായയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാറ്റോ എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ 2 ഡമ്പൽ എടുത്തിട്ടുണ്ട്. ഇത് തീരെ വെയിറ്റ് കുറഞ്ഞ ഡമ്പലാണ്. നിങ്ങൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹെവി ആയിട്ടുള്ള ഡമ്പലുകളോ അല്ലെങ്കിൽ വെയിറ്റുകളോ ഒന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ഇത് 5 കിലോ ആണ്. ഓക്കെ, 5 കിലോ ആണ്. ഓക്കെ, അങ്ങനെ 2 ഡമ്പലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഈ എക്സസൈസുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾ ഫ്ലോറിൽ കിടക്കുന്നു. ഓക്കെ, ഡമ്പൽ നിങ്ങൾ ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഡമ്പൽ ഈ ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ കൈകൾ, ഓക്കെ, നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് വെക്കുക. അതിനുശേഷം നിങ്ങൾ സാവധാനത്തിൽ ഇതേപോലെ, ഓക്കെ, 1 2 3 4 ഇങ്ങനെ നിങ്ങൾ ഒരു 12 റെപ്പിറ്റേഷൻ ചെയ്യുക. ഓക്കെ, 12 റെപ്പിറ്റേഷൻ ചെയ്തതിന് ശേഷം ഒരു സൂപ്പർ സെറ്റ് വർക്കൗട്ടാണ്. 12 റെപ്പിറ്റേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് എടുക്കാതെ തന്നെ ഇങ്ങനെ ഹാമർ ഗ്രിപ്പിലോട്ട് കൈകൊണ്ടുവരിക. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഡമ്പൽ പിടിക്കുക. ആദ്യം നമ്മൾ ഇങ്ങനെ 12 റെപ്പ് ചെയ്ത്, അതിനുശേഷം നമ്മൾ ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നു. അതിനുശേഷം സാവധാനം താഴോട്ട് കൊണ്ടുപോകുന്നു. ഫ്ലോറിൽ മുട്ടിക്കുന്നു കൈ. ഓക്കെ, അതിനുശേഷം 1 2 ഇതേപോലെ നിങ്ങൾ 12 റെപ്പിറ്റേഷൻ ചെയ്യുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ഡമ്പൽ ചെസ്റ്റ് പ്രസ് ചെയ്യുന്നു ഈ ഒരു പൊസിഷനിൽ. അതിനുശേഷം ഇതേപോലെ ഗ്രിപ്പ് കൊണ്ടുവരുന്നു, കൈ കൊണ്ടുവരുന്നു, ഹാമർ പൊസിഷനിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം ഇതേപോലെ 12 റെപ്പിറ്റേഷൻ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ 3 സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫുള്ളായിട്ടുള്ള ചെസ്റ്റ് മസിൽസിനെ ആക്ടിവേഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ വർക്കൗട്ടാണിത്. ഓക്കെ, അപ്പം നിങ്ങൾ ഓരോ സെറ്റിന് ശേഷവും നിങ്ങൾ ഒരു 10 തൊട്ട് 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്ത വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വർക്കൗട്ട് ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേപോലെ ഡമ്പൽ എടുക്കുക. ഓക്കെ, ഡമ്പൽ എടുത്തതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ പതുക്കെ
ഇതേപോലെ ഈ ഒരു പൊസിഷന് ഓക്കെ ഇതേപോലെ കൈകൾ ഫ്ലോറിൽ മുട്ടിക്കുക. നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ചെയ്യുക. ഓക്കെ, ഇതേപോലെ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകൾ ആദ്യത്തെ സമയങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, ഇതേപോലെ ഒരു 12 റെപ്പിറ്റേഷന്റെ ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. അപ്പം റെസ്റ്റ് ടൈം ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെയാണ്. അപ്പം ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ സ്ട്രെച്ച് ആവുന്ന ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, നല്ല രീതിയിൽ ചെസ്റ്റ് നല്ല സ്ട്രെച്ചിങ് ആയിരിക്കും ചെസ്റ്റിന് കിട്ടുന്നത്. അപ്പം ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, പ്രധാനപ്പെട്ട എല്ലാ ബോഡി ബിൽഡേഴ്സും അവരുടെ ചെസ്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണിത്. ചെസ്റ്റ് ഫ്ലൈസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പം 12 റെപ്പിറ്റേഷന്റെ 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്കിനി മൂന്നാമത്തെ എക്സസൈസ് ഏതാണെന്ന് നോക്കാം. അപ്പം മൂന്നാമത്തെ എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ അല്പം കൂടെ ലൈറ്റ് വെയിറ്റ് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു 3 കിലോ ഒക്കെ മതിയാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരല്പം ടഫായിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. പക്ഷെ ഇതിന്റെ പ്രയാണം ഞാൻ പറഞ്ഞുതരാം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെസ്റ്റ് വർക്കൗട്ടാണിത്. അപ്പം നിങ്ങൾ ഡംബിള് കയ്യിലെടുക്കുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾ കയ്യിലെടുക്കുന്നു. അപ്പം നമ്മൾ ഫ്ലൈസ് ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ ചെസ്റ്റ് ഫ്ലൈസ് കാണിച്ചു തന്നു. അപ്പം അതേ കണക്ക് തന്നെ ഇതേപോലെ നിങ്ങൾ ഡംബല് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് ചെസ്റ്റിൽ നിന്നും കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി പിടിക്കുക. ഇതേപോലെ. ഓക്കെ, ഇതേപോലെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാവധാനത്തിൽ നിങ്ങൾ ഫ്ലൈസിന്റെ ആ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ 1, അതിനുശേഷം തിരിച്ച് പഴയ പൊസിഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇതേപോലെ വീണ്ടും ഫ്ലൈസിന്റെ പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് അല്പം മുകളിലോട്ട് ഇതേപോലെ 2, 3, 4. ഇത് നല്ല സൂപ്പർ ഒരു എക്സസൈസ് ആണ്. ഈ എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ചെസ്റ്റിന്റെ ലോവർ പാർട്സ് ഈ ഒരു ഭാഗം അതേ കണക്ക് അപ്പർ ഇതേ കണക്ക് കൊണ്ടുപോകുന്നത് തന്നെ നിങ്ങളുടെ ഈ ചെസ്റ്റിന്റെ അപ്പർ ചെസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എക്സസൈസ് ആണ്. അപ്പൊ ഞാൻ വെയിറ്റ് ഉണ്ടാവുമെന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആദ്യം ഇതേ കണക്ക്, അതിനുശേഷം പതുക്കെ ഫ്ലൈസിന്റെ ആ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ. ഓക്കെ, ഇതേപോലെ. സൂപ്പർ എക്സസൈസ് ആണ്. അപ്പം ഈ ഒരു എക്സസൈസ് നിങ്ങളൊരു 12 റെപ്പിറ്റേഷന്റെ ഒരു 3 സെറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് ഡംബൽ കൊണ്ടുള്ള അവസാനത്തെ എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ അപ്പർ ചെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഓക്കെ, അതിനുശേഷം ഡംബൽ ഇതേപോലെ നിങ്ങൾ എടുക്കുക, ചെസ്റ്റ് അപ്പ് ചെയ്യുക. ഓക്കെ, അപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇതേപോലെ, കണ്ടില്ലേ, ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇത്ര ഉയർത്താം. സാവധാനം കൺട്രോൾ ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. അടുത്ത സൈഡ്. ഓക്കെ, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പം ഈ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പർ ചെസ്റ്റിന് നല്ല ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഡംബൽ എക്സസൈസുകൾ. അപ്പം ഞാൻ കൃത്യമായിട്ട് വിശദമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. അപ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു നല്ല ഫിസിക്ക്, നല്ല ഒരു ബോഡി നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
12 റെപ്പിറ്റേഷൻ ഓരോ കൈയിലും നമ്മൾ ചെയ്യുക. അങ്ങനെ 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ വർക്കൗട്ടുകളും ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഡമ്പൽ കൊണ്ടുപോവുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ പുഷപ്സ് ആണ്. ഓക്കെ, നോർമൽ പുഷപ്സ് നമുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഉള്ള ഒരു പൊസിഷനിൽ വന്ന് ചെസ്റ്റ് അപ്പ് ചെയ്യുക, കോർ മസിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം സാവധാനത്തെ നിങ്ങൾ താഴോട്ട് പോവുക ഇതേപോലെ. ഓക്കെ, ബ്രീത്ത് ഇൻ ചെയ്യുക, അപ്പ്, ബ്രീത്ത് ഔട്ട്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഒരു 10 റെപ്പിറ്റേഷൻ്റെ ഒരു 3 സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചെസ്റ്റ് വർക്കൗട്ട് കംപ്ലീറ്റ് ആയി. സൂപ്പർ വർക്കൗട്ട് പ്ലാനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക.